പാരാനോർമൽ പ്രതിഭാസങ്ങൾ, ആത്മാക്കൾ CCTVയിൽ പതിയുമോ? ആദ്യം ഈ ദൃശ്യം കാണുക. നമസ്തേ. ഇപ്പം പലരും ഇതേപോലെ എനിക്ക് വീഡിയോസ് അയച്ചു തരാറുണ്ട്. ഇങ്ങനെ നമ്മളുടെ പല CCTV ക്യാമറകളിലും ഒക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ പതിയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യം ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം ഒരു ലൈറ്റ് കാണുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ മറ്റേ മേശപ്പുറത്തും ഒരു ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഈ ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ ഏതാണ്ട് സെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ചലിക്കുമ്പോൾ അതിനും ചലനം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എന്തോ ഒരു സാധനം കയറി പോകുന്നത് പോലെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും കാര്യങ്ങളോ ആകാം. കാരണം ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് പലതും ഈ പറയുന്ന ക്യാമറകളിൽ പതിയാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം അത് സൂക്ഷ്മമാണ്. ഇത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ലൈറ്റിൻ്റെ ഷെയ്ഡോ മറ്റെന്തെങ്കിലും ഒരു സംവിധാനമാകാനാണ് സാധ്യത. ഓക്കെ. ഈ കുറച്ച് നാൾ മുമ്പ് എന്നെ വിളിച്ചിട്ട് ഒരാൾ ഇതേപോലെ പുള്ളി പറഞ്ഞൊരു സംഭവമാണ്. പുള്ളിയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ രാത്രിയാകുമ്പോൾ അവിടുത്തെ പൈപ്പ്, ഇദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഈ കിച്ചന് സമീപമുള്ള പൈപ്പ് രാത്രിയാകുമ്പോൾ ആരോ വന്ന് തുറന്നിടുന്നു. അപ്പോൾ പണ്ട് ഇദ്ദേഹം വീട് വാങ്ങിച്ച ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെയുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പൂജയൊക്കെ ചെയ്ത് മാറുകയാണ്. ചില സംഭവങ്ങൾ സർപ്പക്കാവോ എന്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ വല്ല ദോഷവുമാണോ? രാത്രിയാകുമ്പോൾ എന്താണെന്നറിയില്ല, സ്ഥിരം ഈ അടുക്കള വശത്തെ ഈ പൈപ്പ് തുറന്നിടുകയാണ്. അകത്ത് വാഷ് ബേസിനിലെ പൈപ്പ് തുറന്നിടുകയാണ്. അപ്പോൾ ഇവർ വളരെ പേടിച്ചു പോയി. ഇവര് പ്രശ്നക്കാരനെയൊക്കെ വിളിച്ച് പ്രശ്നക്കാരൻ നോക്കിയാൽ ശരിയാണ്, പണ്ട് ഇങ്ങനെ ഒരു ദോഷമൊക്കെ ഉള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇതാവാം. ഈ പ്രശ്നക്കാർ വലിയ പ്രശ്നക്കാരാണ്. ഇപ്പോൾ അവർ നമ്മളെ വലിയ പ്രശ്നത്തിലാക്കും. ഞാൻ ജ്യോതിഷം പഠിച്ചതാണ്, പക്ഷെ കൈകാര്യം ചെയ്യുന്നില്ല. 3 വർഷത്തോളം ഞാനത് പഠിച്ചിരുന്നു. ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ പഠിച്ച് കൈകാര്യം ചെയ്യാത്ത ചില ജ്യോതിഷികൾ പല പ്രശ്നവുമായിട്ട് വരുന്ന സാധാരണക്കാരെ വളരെ വലിയ കുഴപ്പത്തിലാക്കാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കൃത്യമായി ഉപാസനയുള്ള ജ്യോതിഷികൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നടപ്പിൽ വരിക. അതിലും മാറ്റങ്ങളുണ്ട്. നമ്മൾ ഉപാസന കൊണ്ട് മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഒരു പാരാനോർമൽ ആക്ടിവിറ്റീസും പാരാനോർമലായിട്ടുള്ള ഒരു പവറിനും ഉപാസന ചെയ്യുന്ന ഒരാളെ സ്പർശിക്കാൻ കഴിയില്ല. വീടിൻ്റെ 7 അയൽവക്കത്ത് വരാൻ പറ്റില്ല. പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള ശക്തികൾ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന് നമുക്ക് മനുഷ്യ തലത്തിലേക്ക് വന്ന് പ്രവർത്തിക്കുക അതിന് വലിയ പാടാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കൊലപാതകം ചെയ്തവരുടെ ആത്മാക്കൾ പ്രതികാരം റിവഞ്ച് ചെയ്യാനായിട്ട് വരണ്ടേ? ഇപ്പം ഹിറ്റ്ലർ എത്രയോ പേരെ ഗ്യാസ് ചേംബറിൽ ചുട്ടുകൊന്നു. അല്ലെ, ആത്മാക്കളുടെ തന്നെ വലിയൊരു വിപ്ലവം, ഒരു യുദ്ധം, ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകേണ്ടതാണ്. കാരണം ഫിസിക്കൽ ബോഡി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് സാധാരണഗതിയിൽ പ്രപഞ്ചത്തിൽ അതിന് നിൽക്കാൻ പറ്റില്ല. ഒരു മീനിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലിട്ടാൽ അതിന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം വെള്ളം ഉള്ളപ്പോഴാണ് അതിൻ്റെ നിലനിൽപ്പ്. എന്നതുപോലെ ഈ ശരീരം, പഞ്ചഭൂതാത്മകമായ ശരീരമുള്ളപ്പോൾ മാത്രമേ സാധാരണഗതിയിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റൂ. 95%, 5% അതല്ലാത്ത പാരാനോർമൽ കാര്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഐസ് കട്ടയായിരിക്കുമ്പോൾ നമുക്ക് കയ്യിലെടുക്കാം, അല്ലേ? വെള്ളമായിരിക്കുമ്പോഴും എടുക്കാം. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ഐസ് കട്ടയാകുമ്പോഴും കയ്യിലെടുക്കാം. പക്ഷെ നീരാവി ആയാൽ നമുക്കതിനെ പിടിക്കാൻ പറ്റില്ല, അത് പോകും. അതുപോലെ ഫിസിക്കൽ ബോഡി നഷ്ടപ്പെട്ടാൽ സാധാരണഗതിയിൽ ഒരാത്മാവിനും ഭൂതലത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ പല പ്രേത ഭൂത ഇതിനെയൊക്കെ പറ്റിയൊക്കെ ഉള്ള വിശ്വാസങ്ങളെന്ന് പറയുന്നത് ഏറ്റുമാനൂർ ശിവകുമാർ എഴുതിയ നോവലും ഡ്രാക്കുളയൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യ മനസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് 95% കാര്യങ്ങളും. 5% ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. അപ്പം ഇവിടെ ഈ വീഡിയോ കാണുമ്പോഴും എനിക്ക് അത്തരത്തിലൊരു കാര്യമാണ് ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പം ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിൽ സ്ഥിരം ഇതായി പുള്ളി പൂജ ഇതൊക്കെ ചെയ്ത് എന്നിട്ടും മാറുന്നില്ല. അവർക്ക് ഭയമായി ജീവിക്കാൻ. വേറെ ഒരു പ്രശ്നവും ഇല്ല. പൈപ്പ് എന്നും തുറന്നിടും, എല്ലാ ദിവസവും തുറന്നിടും. അവസാനം അവർ പല ആത്മാക്കളും കുടുങ്ങുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ ചില കള്ളന്മാരൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാറുണ്ട്. പ്രേതമായി ഭൂതമായൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ധരിച്ച് പേടിപ്പിക്കും. ഇപ്പോൾ CCTV വന്നതോടുകൂടി അത് കുറേ നിന്നിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും CCTVയിൽ പിടിക്കും. അപ്പോൾ ഇവർ CCTV വെച്ചു. അപ്പോൾ എന്താണെന്നറിയാമോ? സ്ഥിരം ഒരു തൊരപ്പൻ എലി വന്ന് ലവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ട് എന്ത് ചെയ്യും?
ഇവൻ വലിയ ശരീരമുള്ള ആളാണല്ലോ, ഇവന് തുറക്കാനുള്ള ശേഷിയാണ്. കൈ വെച്ചിട്ട് ഇവൻ പൈപ്പ് തുറക്കും. അതാണ് CCTV ഇവൻ കുടുങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പല സംഗതികളിൽ. നമുക്ക് പൊതുവേ ആത്മാവ്, ഭൂതം, പ്രേതം ഇതിനെയൊക്കെ പറ്റി നമ്മൾ കുഞ്ഞിലേ മുതൽ കേട്ട് വന്ന ഒരുപാട് പേടിപ്പിക്കുന്ന കഥകളുണ്ട്. ഇതിൽ നിന്ന് മനുഷ്യ മനസ്സ് രൂപപ്പെടുത്തുന്ന പല സങ്കല്പങ്ങളുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് ഭയം ജനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ആത്മാവിനും മനുഷ്യനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ തലം വ്യത്യസ്തമാണ്. നല്ല ഉപാസന ചെയ്യുന്ന ഒരു വീട്ടിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഫോഴ്സിനും പ്രവേശിക്കാൻ സാധിക്കില്ല. ഇപ്പം ഇത് എനിക്ക് ഈ വെളിച്ചത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പുറത്തു നിന്നുള്ള പ്രകാശമോ അല്ലെങ്കിൽ ബൾബിൻ്റെ പ്രകാശമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങൾ, പക്ഷിയോ പ്രാണിയോ പോലെ എന്തെങ്കിലും ഈ ബൾബിലോ പ്രകാശത്തിലോ വന്ന് ഇരുന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷനോ എന്തെങ്കിലും ആവാനാണ് സാധ്യതയെന്നാണ് ഞാൻ കരുതുന്നത്.